2026 നടക്കുന്ന പ്രധാന പരീക്ഷകളായ ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, സ്റ്റോർ കീപ്പർ മുതലായ പരീക്ഷകൾക്കായുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ബാച്ച് ക്ലാസ് 1ലേക്ക് സ്വാഗതം. ആദ്യ പാർട്ടായതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കമൻ്റായി നൽകുമല്ലോ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻ എ R.C. ദത്ത്, ബി ബാലഗംഗാധര തിലക്, സി ദാദാഭായ് നവറോജി, ഡി മദൻ മോഹൻ മാളവ്യ. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഉത്തരം സി ദാദാഭായ് നവറോജി. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ B.R. അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? എ സമത്വത്തിനുള്ള അവകാശം, ബി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, സി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഡി ചൂഷണത്തിനെതിരായ അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ B.R. അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഉത്തരം ബി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മൂന്നാമത്തെ ചോദ്യം: സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ അക്കാമ ചെറിയാൻ, ബി പണ്ഡിത രമാബായ്, സി സ്വാമി വിവേകാനന്ദൻ, ഡി ആനി ബെസന്റ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഉത്തരം ബി പണ്ഡിത രമാബായി. നാലാമത്തെ ചോദ്യം: ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. ഓപ്ഷൻ എ സമത്വത്തിനും സ്വത്തിനും, ബി മതസ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും, സി സമത്വത്തിനും വിദ്യാഭ്യാസത്തിനും, ഡി വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. ഉത്തരം ഡി വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? 1. 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം. 2. ആദ്യത്തെ അധ്യക്ഷൻ W.C. ബാനർജി. 3. ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയബോധം വളർത്തുക. 4. മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തു. ഉത്തരം ഡി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആറാമത്തെ ചോദ്യം: ഭരണഘടനാ ദിനം. എ ഒക്ടോബർ 16, ബി നവംബർ 26, സി ജനുവരി 26, ഡി ഓഗസ്റ്റ് 15. ഭരണഘടനാ ദിനം. ഉത്തരം ബി നവംബർ 26. ഏഴാമത്തെ ചോദ്യം: ഏതു ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻ എ 41-ാം ഭേദഗതി, ബി 86-ാം ഭേദഗതി, സി 42-ാം ഭേദഗതി, ഡി 44-ാം ഭേദഗതി. ഏതു ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഉത്തരം സി 42-ാം ഭേദഗതി. എട്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്, ബി ജ്യോതിറാവു ഫൂലെ, സി മഹാദേവ ഗോവിന്ദ റാനഡെ, ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഉത്തരം എ രാജാറാം മോഹൻ റോയ്. ഒമ്പതാമത്തെ ചോദ്യം: ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവയ്ക്കാൻ കാരണമായ സംഭവം. ഓപ്ഷൻ
എ. ബംഗാൾ വിഭജനം, ബി. ചൗരി ചൗര സംഭവം, സി. റൗലറ്റ് ആക്ട്, ഡി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം. ഉത്തരം ബി. ചൗരി ചൗര സംഭവം. 10ാമത്തെ ചോദ്യം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ബി. പ്രധാനമന്ത്രി, സി. പാർലമെൻറ്റ്, ഡി. സുപ്രീം കോടതി. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം സി. പാർലമെൻറ്റ്. 11ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ഓപ്ഷൻ എ 1925, ബി. 1930, സി. 1932, ഡി. 1936. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ഉത്തരം എ 1925. 12ാമത്തെ ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ എ പാലിയം സത്യാഗ്രഹം, ബി. മേൽമുണ്ട് സമരം, സി. ഗുരുവായൂർ സത്യാഗ്രഹം, ഡി. ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഉത്തരം ഡി. ക്ഷേത്രപ്രവേശന വിളംബരം. 13ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ, ബി. വാഗ്ഭടാനന്ദൻ, സി. അയ്യങ്കാളി, ഡി. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഉത്തരം സി. അയ്യങ്കാളി. 14ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ. ഓപ്ഷൻ എ കെ. പി. കേശവമേനോൻ, ബി. സി. ശങ്കരൻ, സി. മന്നത്ത് പത്മനാഭൻ, ഡി. ശ്രീനാരായണ ഗുരു. വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ. ഉത്തരം സി. മന്നത്ത് പത്മനാഭൻ. 15ാമത്തെ ചോദ്യം, വരിക വരിക സഹചരെ സഹന സമര സമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഗുരുവായൂർ സത്യാഗ്രഹം, ബി. പാലിയം സത്യാഗ്രഹം, സി. ഉപ്പു സത്യാഗ്രഹം, ഡി. പുന്നപ്ര വയലാർ സമരം. വരിക വരിക സഹചരെ സഹന സമര സമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം സി. ഉപ്പു സത്യാഗ്രഹം. 16ാമത്തെ ചോദ്യം, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്. ഓപ്ഷൻ എ ആടുജീവിതം, ബി. കാതൽ ദി കോർ, സി. ചാവേർ, ഡി. ഉള്ളൊഴുക്ക്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്. ഉത്തരം ഡി. ഉള്ളൊഴുക്ക്. 17ാമത്തെ ചോദ്യം, 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്. ഓപ്ഷൻ എ കൊനേരു ഹംപി, ബി. ഹരിക ദ്രോണാവാലി, സി. ദിവ്യ ദേശ്മുഖ്, ഡി. വൈശാലി രമേശ് ബാബു. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്. ഉത്തരം സി. ദിവ്യ ദേശ്മുഖ്. 18ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ്? ഓപ്ഷൻ എ ഹെൻറി മക്മോഹൻ,
ബി ഹെൻറി ഡ്യൂറൻറ്റ്, സി സർദാർ വല്ലഭായ് പട്ടേൽ, ഡി സർ സിറിൽ റാഡ്ക്ലിഫ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിരേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ്? ഉത്തരം ഡി സർ സിറിൽ റാഡ്ക്ലിഫ്. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ എ ഗാന്ധിജി, ബി സർദാർ വല്ലഭായ് പട്ടേൽ, സി ജവഹർലാൽ നെഹ്റു, ഡി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ബി സർദാർ വല്ലഭായ് പട്ടേൽ. 20ാമത്തെ ചോദ്യം, പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഓപ്ഷൻ എ ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ, ബി ഓപ്പറേഷൻ വിജയ്, സി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഡി ഓപ്പറേഷൻ സിന്ദൂർ. പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഉത്തരം ഡി ഓപ്പറേഷൻ സിന്ദൂർ. 21ാമത്തെ ചോദ്യം, 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം? ഓപ്ഷൻ എ ഇന്ത്യ, ബി പാകിസ്ഥാൻ, സി ശ്രീലങ്ക, ഡി ബംഗ്ലാദേശ്. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം? ഉത്തരം എ ഇന്ത്യ. 22ാമത്തെ ചോദ്യം, ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം? ഓപ്ഷൻ എ അമേരിക്ക, ബി ജർമ്മനി, സി സോവിയറ്റ് യൂണിയൻ, ഡി ബ്രിട്ടൻ. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം? ഉത്തരം സി സോവിയറ്റ് യൂണിയൻ. 23ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡി വി വി ഗിരി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ, ബി ജവഹർലാൽ നെഹ്റു, സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹെ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എ ഡോക്ടർ ബി ആർ അംബേദ്കർ. 25ാമത്തെ ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഓപ്ഷൻ എ ഡക്കാൻ പീഠഭൂമി, ബി ഉത്തരപർവ്വത മേഖല, സി ഉത്തര മഹാസമതലം, ഡി തീരസമതലങ്ങൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഉത്തരം സി ഉത്തര മഹാസമതലം. 26ാമത്തെ ചോദ്യം, തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഓപ്ഷൻ എ തെക്ക് കിഴക്കൻ മൺസൂൺ, ബി വടക്ക് കിഴക്കൻ മൺസൂൺ, സി വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഡി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഉത്തരം ബി വടക്ക് കിഴക്കൻ മൺസൂൺ. 27ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. 28ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോപ്പ്
മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ഹൈദരാബാദ്, ബി വാരണാസി, സി ജോധ്പൂർ, ഡി മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഉത്തരം എ ഹൈദരാബാദ്. 29ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശമേത്? ഓപ്ഷൻ എ ആനൈമലൈ കുന്നുകൾ, ബി പളനി കുന്നുകൾ, സി കാർഡമം കുന്നുകൾ, ഡി നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശമേത്? ഉത്തരം ഡി നീലഗിരി കുന്നുകൾ. 30ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഓപ്ഷൻ എ തമിഴ്നാട്, ബി ഒഡീഷ, സി ഗുജറാത്ത്, ഡി മധ്യപ്രദേശ്. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഉത്തരം സി ഗുജറാത്ത്. 31ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? ഓപ്ഷൻ എ നെടുങ്കണ്ടം, ബി വിഴിഞ്ഞം, സി മണികരൺ, ഡി മുംബൈ ഹൈ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? ഉത്തരം എ നെടുങ്കണ്ടം. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? ഓപ്ഷൻ എ പൂക്കോട് തടാകം, ബി മാനാഞ്ചിറ തടാകം, സി മുരിയാട് തടാകം, ഡി വാരാപ്പുഴ. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? ഉത്തരം ബി മാനാഞ്ചിറ തടാകം. 33ാമത്തെ ചോദ്യം, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ, ബി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, സി വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഡി തെക്ക് കിഴക്കൻ മൺസൂൺ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? ഉത്തരം എ വടക്ക് കിഴക്കൻ മൺസൂൺ. 34ാമത്തെ ചോദ്യം, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത്? ഓപ്ഷൻ എ NH7, ബി NH44, സി NH744, ഡി NH544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത്? ഉത്തരം ഡി NH544. 35ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഓപ്ഷൻ എ കോഴിക്കോട്, ബി പാലക്കാട്, സി വയനാട്, ഡി കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഉത്തരം സി വയനാട്. 36ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി കണ്ടെത്തുക. ഓപ്ഷൻ എ കബനി, ബി ഭവാനി, സി പാമ്പാർ, ഡി പെരിയാർ. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക.
ഉത്തരം ഡി പെരിയാർ. 37-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യ ഇ-ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ എ കോഴിക്കോട്, ബി മലപ്പുറം, സി കോട്ടയം, ഡി ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യ ഇ-ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ബി മലപ്പുറം. 38-ാമത്തെ ചോദ്യം. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചതാര്? ഓപ്ഷൻ എ പി ജെ തോമസ്, ബി പി ജെ ജോസഫ്, സി ജോൺ ജോസഫ് മർഫി, ഡി ജേക്കബ് ജോസഫ് മർഫി. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചതാര്? ഉത്തരം സി ജോൺ ജോസഫ് മർഫി. 39-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം? ഓപ്ഷൻ എ ചിന്നാർ, ബി തട്ടേക്കാട്, സി മംഗളവനം, ഡി കുമരകം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം? ഉത്തരം സി മംഗളവനം. 40-ാമത്തെ ചോദ്യം. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ എ വയനാട്, ബി എറണാകുളം, സി കോട്ടയം, ഡി ഇടുക്കി. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം. 41-ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏത്? ഓപ്ഷൻ എ ചോലവനങ്ങൾ, ബി ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ, സി ഉഷ്ണമേഖലാ മഴക്കാടുകൾ, ഡി കണ്ടൽ വനങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനമേത്? ഉത്തരം ബി ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. 42-ാമത്തെ ചോദ്യം. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ എ കണ്ണൂർ, ബി തിരുവനന്തപുരം, സി പത്തനംതിട്ട, ഡി തൃശ്ശൂർ. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം എ കണ്ണൂർ. 43-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ഇടുക്കി, ബി തിരുവനന്തപുരം, സി കണ്ണൂർ, ഡി എറണാകുളം. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഡി എറണാകുളം. 44-ാമത്തെ ചോദ്യം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര്? ഓപ്ഷൻ എ ചാന്ദ്രയാൻ 3, ബി ഗഗൻയാൻ, സി മംഗൾയാൻ, ഡി ആദിത്യ L1. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര്? ഉത്തരം ബി ഗഗൻയാൻ. 45-ാമത്തെ ചോദ്യം. ഏത് മഹാരാജാവിൻ്റെ ഭരണ കാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ഓപ്ഷൻ എ സ്വാതി തിരുനാൾ മഹാരാജാവ്, ബി ഉത്രം തിരുനാൾ മഹാരാജാവ്, സി ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്, ഡി ശ്രീമൂലം തിരുനാൾ മഹാരാജാവ്. ഏത് മഹാരാജാവിൻ്റെ ഭരണ കാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ഉത്തരം എ സ്വാതി തിരുനാൾ മഹാരാജാവ്. 46-ാമത്തെ ചോദ്യം. സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ? 1 റൂർക്കല, 2 ഭിലായ്, 3 ദുർഗാപൂർ, 4 ബൊക്കാറോ.
ഓപ്ഷൻ എ 1, 2 മാത്രം, ബി 3, 4 മാത്രം, സി 2, 4 മാത്രം, ഡി 1, 3 മാത്രം. സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. ഉത്തരം സി 2, 4 മാത്രം, അതായത് ഭിലായ്, ബൊക്കാറോ എന്നിവ. 47-ാമത്തെ ചോദ്യം, ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ഓപ്ഷൻ എ ഫസൽ അലി, സർദാർ KM പണിക്കർ, പട്ടാമ്പി സീതാരാമയ്യ, ബി HN കുൻസ്രു, ഫസൽ അലി, സർദാർ വല്ലഭായ് പട്ടേൽ, സി സർദാർ KM പണിക്കർ, പട്ടാഭി സീതാരാമയ്യ, സർദാർ വല്ലഭായ് പട്ടേൽ, ഡി ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ഉത്തരം ഡി ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. 48-ാമത്തെ ചോദ്യം, സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫുട്ബോൾ, ബി ക്രിക്കറ്റ്, സി വോളിബോൾ, ഡി കബഡി. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ ഫുട്ബോൾ. 49-ാമത്തെ ചോദ്യം, ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ എ ഡൊണാൾഡ് ട്രംപ്, ബി വൊളാഡിമർ സെലൻസ്കി, സി ആന്റോണിയോ ഗുട്ടറസ്, ഡി മറിയ കൊറീന. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഡി മറിയ കൊറീന. 50-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ഓപ്ഷൻ എ ജഗദീപ് ധൻകർ, ബി വെങ്കയ്യ നായിഡു, സി CP രാധാകൃഷ്ണൻ, ഡി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ഉത്തരം സി CP രാധാകൃഷ്ണൻ. 51-ാമത്തെ ചോദ്യം, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ? ഓപ്ഷൻ എ മോഹൻലാൽ ആൻഡ് TV ചന്ദ്രൻ, ബി മോഹൻലാൽ ആൻഡ് ഷാജി N കരുൺ, സി മോഹൻലാൽ ആൻഡ് MD വാസുദേവൻ നായർ, ഡി മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ? ഉത്തരം ഡി മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ. 52-ാമത്തെ ചോദ്യം, 2028 ഒളിമ്പിക്സ് വേദി? ഓപ്ഷൻ എ ലോസ് ആഞ്ചലസ്, ബി ന്യൂഡൽഹി, സി ലണ്ടൻ, ഡി ടോക്കിയോ. 2028 ഒളിമ്പിക്സ് വേദി? ഉത്തരം എ ലോസ് ആഞ്ചലസ്. 53-ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകമേത്? ഓപ്ഷൻ എ ഹീലിയം, ബി മീഥെയ്ൻ, സി നൈട്രജൻ, ഡി നിയോൺ. തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകം ഏത്? ഉത്തരം ബി മീഥെയ്ൻ. 54-ാമത്തെ ചോദ്യം, ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും
രാജുവിന് അനുയോജ്യമായത്? ഓപ്ഷൻ എ പാലും പാലുൽപ്പന്നങ്ങളും, ബി അയഡിൻ അടങ്ങിയ ഉപ്പ്, സി ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ, ഡി ഓറഞ്ച് ജ്യൂസ്. ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത്? ഉത്തരം സി ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ. 55-ാമത്തെ ചോദ്യം. പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ ജ്യോതിക ഭാഗ്യലക്ഷ്മി, ബി പവിത്ര സൽകീർത്തി, സി ഉജ്ജ്വല ചന്ദ്രശങ്കര, ഡി സൽകീർത്തി ജ്വാലാമുഖി. പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി ഏത്? ഉത്തരം എ ജ്യോതിക ഭാഗ്യലക്ഷ്മി. 56-ാമത്തെ ചോദ്യം. പ്രസ്താവന. ഇടതു വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ്. കാരണം ഇടത് വെൻട്രിക്കിൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു. ഓപ്ഷൻ എ പ്രസ്താവനയും കാരണവും ശരിയാണ്. നൽകിയിരിക്കുന്ന കാരണം പ്രസ്താവനയെ സാധൂകരിക്കുന്നു. ബി പ്രസ്താവന തെറ്റാണ്, എന്നാൽ കാരണം ശരിയാണ്. സി പ്രസ്താവനയും കാരണവും ശരിയാണ്, എന്നാൽ കാരണം പ്രസ്താവനയെ സാധൂകരിക്കുന്നില്ല. ഡി പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. പ്രസ്താവന ഇടതു വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ്. കാരണം ഇടത് വെൻട്രിക്കിൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു. ഉത്തരം ഡി പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. 57-ാമത്തെ ചോദ്യം. സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1 വനവിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുക, 2 സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക, 3 വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, 4 വ്യാവസായിക ലോഗിംഗ് പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ എ പ്രസ്താവന 3 മാത്രം ശരി, ബി പ്രസ്താവന 2, 3 ശരി, സി പ്രസ്താവന 4 മാത്രം ശരി, ഡി പ്രസ്താവന 1, 2 ശരി. സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ബി പ്രസ്താവന 2, 3 ശരി. അതായത് സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക, വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. 58-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ 52-ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? ഓപ്ഷൻ എ സതീഷ് ചന്ദ്ര ശർമ്മ, ബി സഞ്ജീവ് ഖന്ന, സി BR ഗവായ്, ഡി AR മസൂദി. ഇന്ത്യയുടെ 52-ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? ഉത്തരം സി BR ഗവായ്. 59-ാമത്തെ ചോദ്യം. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത്? ഓപ്ഷൻ എ സ്വസ്ഥ കേരളം, ബി ആരോഗ്യം ആനന്ദം, സി നിരാമയ കേരളം, ഡി ജീവൻ രക്ഷ. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത്? ഉത്തരം ബി ആരോഗ്യം ആനന്ദം. 60-ാമത്തെ ചോദ്യം. ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ കരക്കാറ്റ് കരയിലേക്ക് വീശുന്നു,
കടൽക്കാറ്റ് കടലിലേക്ക് വീശുന്നു. സി. കടൽക്കാറ്റ് രാത്രി സമയത്ത് വീശുന്നു. ഡി. കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഡി. കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. 61-ാമത്തെ ചോദ്യം. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം. ഓപ്ഷൻ എ കാലിഡോസ്കോപ്പ്, ബി പെരിസ്കോപ്പ്, സി ഇവ രണ്ടും, ഡി ഇവയൊന്നുമല്ല. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം. ഉത്തരം സി ഇവ രണ്ടും. 62-ാമത്തെ ചോദ്യം. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ എ ഇരുമ്പ്, ബി സിങ്ക്, സി ലെഡ്, ഡി മെർക്കുറി. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം ബി സിങ്ക്. 63-ാമത്തെ ചോദ്യം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ഓപ്ഷൻ എ അക്കോസ്റ്റിക്സ്, ബി ഒപ്റ്റിക്സ്, സി തെർമോഡൈനാമിക്സ്, ഡി മെക്കാനിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ഉത്തരം എ അക്കോസ്റ്റിക്സ്. 64-ാമത്തെ ചോദ്യം. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓപ്ഷൻ എ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത്, ബി ജലം ഉൽപ്പാദിപ്പിക്കുന്നത്, സി ലവണം ഉൽപ്പാദിപ്പിക്കുന്നത്, ഡി ഇവയൊന്നുമല്ല. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഉത്തരം ബി ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. 65-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ കേരളം, ബി ഒറീസ, സി തമിഴ്നാട്, ഡി ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം സി തമിഴ്നാട്. 66-ാമത്തെ ചോദ്യം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം. ഓപ്ഷൻ എ കൊച്ചി, ബി വിഴിഞ്ഞം, സി ബേപ്പൂർ, ഡി നീണ്ടകര. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം. ഉത്തരം ബി വിഴിഞ്ഞം. 67-ാമത്തെ ചോദ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഓപ്ഷൻ എ ഇ ഹെൽത്ത്, ബി ഇ സഞ്ജീവനി, സി മൈ കെയർ, ഡി ശൈലി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഉത്തരം ഡി ശൈലി. താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. ഉത്തരം ബി എയ്ഡ്സ്. 69-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക. 1. തൈറോയിഡ് ഗ്രന്ഥി തൈമോസിൻ, 2. ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ, 3. പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ, 4. അഡ്രിനൽ ഗ്രന്ഥി കാൽസിറ്റോണിൻ. ഓപ്ഷൻ എ 1, 2, ബി 2, 4, സി 2, 3, 4, ഡി 2, 3. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക. ഉത്തരം ഡി 2, 3. ആഗ്നേയഗ്രന്ഥി ഇൻസുലിൻ, പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ. 70-ാമത്തെ ചോദ്യം. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. 1. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക.
സർക്കാർ ആശുപത്രികൾ രോഗീ സൗഹൃദ പരിചരണം ഉറപ്പാക്കുക. നഗരചേരിയിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക. ഓപ്ഷൻ എ 1-2, ബി 1-4, സി 2-3, ഡി 1-3-4. ഉത്തരം സി 2-3. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. സർക്കാർ ആശുപത്രികൾ രോഗീ സൗഹൃദ പരിചരണം ഉറപ്പാക്കുക. 71-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ വിറ്റാമിൻ B12 കണ, ബി വിറ്റാമിൻ സി നിശാന്തത, സി വിറ്റാമിൻ B3 പെല്ലാഗ്ര, ഡി വിറ്റാമിൻ ഡി സ്കർവി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം സി വിറ്റാമിൻ B3 പെല്ലാഗ്ര. 72-ാമത്തെ ചോദ്യം. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ വയോമിത്രം, ബി വയോ അമൃതം, സി വയോ മധുരം, ഡി വയോ കിരണം. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം ബി വയോ അമൃതം. 73-ാമത്തെ ചോദ്യം. എംഫിസെമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ എ ശ്വാസകോശം, ബി കരൾ, സി ത്വക്ക്, ഡി വൃക്ക. എംഫിസെമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം എ ശ്വാസകോശം. 74-ാമത്തെ ചോദ്യം. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതു വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? ഓപ്ഷൻ എ കുഷ്ഠരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർ, ബി എയ്ഡ്സ് രോഗബാധിതർ, സി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ, ഡി ഡയാലിസിസ് നടത്തുന്ന സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർ. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? ഉത്തരം സി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ. 75-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം കണ്ടെത്തുക. ഓപ്ഷൻ എ പോളിയോ, ബി വില്ലൻ ചുമ, സി ചിക്കൻ പോക്സ്, ഡി ക്ഷയം. താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം കണ്ടെത്തുക. ഉത്തരം എ പോളിയോ. 76-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1. ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ. പ്രസ്താവന 2. വില്ലസുകൾ ജലം, ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. ഓപ്ഷൻ എ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്, ബി പ്രസ്താവന 1, 2 തെറ്റാണ്, സി പ്രസ്താവന 1 തെറ്റാണ്, പ്രസ്താവന 2 ശരിയാണ്, ഡി പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1. ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ. പ്രസ്താവന 2. വില്ലസുകൾ ജലം, ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. ഉത്തരം എ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. 77-ാമത്തെ ചോദ്യം. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. 1. ജോൺ ക്ലാർക്ക്, 2. മേരി ഇ ബ്രാൻകോ, 3. സുസുമി കിറ്റഗാവ, 4. ഫ്രെഡ് റാംസ്ഡെൽ,
5 ഷിമോൺ സാഗാഗുച്ചി. ഓപ്ഷൻ എ 1, 3, 5 ശരി. ബി 2, 3, 4 ശരി. സി 1, 2, 5 ശരി. ഡി 2, 4, 5 ശരി. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. ഉത്തരം ഡി 2, 4, 5 ശരി. മേരി ഇ ബ്രൻകോവ്, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സാഗാഗുച്ചി. 78-ാമത്തെ ചോദ്യം. ഇസ്രായേൽ പലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റിസ്ക്യൂ പ്രവർത്തനം ഏത്? ഓപ്ഷൻ എ ഓപ്പറേഷൻ ബ്രഹ്മ. ബി ഓപ്പറേഷൻ ഗംഗ. സി ഓപ്പറേഷൻ അജയ്. ഡി ഓപ്പറേഷൻ അമൃത്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏത്? ഉത്തരം സി ഓപ്പറേഷൻ അജയ്. 79-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. 2. ഇന്ത്യയിലെ ട്രാൻസ് ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. 3. വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ 15 ആയിരുന്നു. 4. വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻ എ 1, 2 തെറ്റാണ്. ബി 2, 4 തെറ്റാണ്. സി 2, 3 തെറ്റാണ്. ഡി 1, 3 തെറ്റാണ്. ഉത്തരം ഡി 1, 3 തെറ്റാണ്. വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ 15 ആയിരുന്നു. ഇവ രണ്ടും തെറ്റാണ്. 80-ാമത്തെ ചോദ്യം. 49-ാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ. ബി എം ലീലാവതി. സി വി ജെ ജെയിംസ്. ഡി അശോകൻ ചാരുവിൽ. 49-ാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം എ ഇ സന്തോഷ് കുമാർ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.